ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ കൺട്രോൾഡ് റെക്ടിഫയേഴ്സിനെ പറ്റിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെക്ടിഫയറുകൾ, ആ റെക്ടിഫയറുകളിൽ നമുക്ക് കൺട്രോളിങ് പോസിബിൾ അല്ല. അഥവാ ഔട്ട്പുട്ട് വോൾട്ടേജിനെയും ഔട്ട്പുട്ട് കറണ്ടിനെയും അതുവഴി ഔട്ട്പുട്ട് പവറിനെയും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് പോസിബിൾ അല്ല. കൺട്രോൾഡ് റെക്ടിഫയർ എന്നുള്ള പേര് വരാനുള്ള കാരണം അത് എവിടെ വെച്ച് ഫയർ ചെയ്യണം, എവിടെ വെച്ച് ട്രിഗർ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞു. പിന്നെ അതേസമയം തന്നെ തൈറിസ്റ്ററിനെ സംബന്ധിച്ച്, തൈറിസ്റ്റർ എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് എസ് സി ആറിനെ സംബന്ധിച്ച് അതൊരു സെമി കൺട്രോൾഡ് ഡിവൈസാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്തുകൊണ്ട് അതിനെ ട്രിഗർ ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ ഗേറ്റ് പൾസ് കൊടുത്തുകൊണ്ട് അതിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ അഥവാ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ സെമി കൺട്രോൾഡ് ഡിവൈസ് എന്ന് എസ് സി ആറിനെ വിളിക്കാനുള്ള കാരണം. ഇവിടെ കൺട്രോൾഡ് റെക്ടിഫയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ സെമി കൺട്രോൾഡ് ആയിട്ടുള്ള എസ് സി ആർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫയറിംഗ് ആംഗിൾ അഥവാ ടേൺ ഓൺ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുത്താൻ പറ്റും എന്നുള്ളത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് ആർ ലോഡ് ആയിരുന്നു പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് ആർ എൽ ലോഡാണ്. ആർ എൽ ലോഡാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്, സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടിൽ വരുന്ന മാറ്റം മാത്രമല്ല വേവ് ഫോമിൽ എന്ത് മാറ്റമാണ് വരുന്നത്, ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നേരത്തെ ആർ ലോഡ് ആണെങ്കിൽ ഇവിടെ ആർ എൽ ലോഡാണ്. ഞാൻ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാൻ പോവാണ്. നമ്മുടെ ലോഡ് ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറുണ്ട്. ഇവിടെയാണ് റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഹാഫ് വേവ് ആണ്, അതുകൊണ്ട് ഒരൊറ്റ തൈറിസ്റ്റർ മാത്രം, ഒരൊറ്റ എസ് സി ആർ മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇത് ആറാണ്, ഇത് എല്ലാണ്, ഇത് രണ്ടും ചേർന്ന ലോഡ്. ഇതാണ് നമ്മുടെ തൈറിസ്റ്റർ അല്ലെങ്കിൽ എസ് സി ആർ. ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് VS. ഒരു AC ആണ് കൊടുക്കുന്നത്, റെക്ടിഫയർ ആണ്, നമുക്ക് ഔട്ട്പുട്ടിൽ DC ആണ് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ കേസ് നമുക്കറിയാം. ഇവിടെ നേരത്തെ കേസിൽ നിന്നും വ്യത്യസ്തമായിട്ട് റെസിസ്റ്ററിന് പുറമെ ഒരു ഇൻഡക്ടറും കൂടിയുണ്ട്. ഇൻഡക്ടറിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ടറിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് ഗ്രാജുവലി മാത്രമാണ് അതിങ്ങനെ, സാധാരണ റെസിസ്റ്റർ മാത്രമാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇൻഡക്ടറിനെ സംബന്ധിച്ച് കറണ്ട് വരുന്നത് കറണ്ട് ഇങ്ങനെ കൂടി ഇത് അവിടെ മാക്സിമം എത്തിയിട്ടുണ്ട്. സീറോയിൽ നിന്ന് ഇതിപ്പോൾ റെസിസ്റ്റീവ് ലോഡാണെന്ന് വിചാരിക്കാം, ഇത് ഇൻഡക്റ്റീവ് ലോഡാണ്. റെസിസ്റ്റീവ് ലോഡ് സീറോയിൽ നിന്ന് മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് ഇവിടെ മാക്സിമമാണ്, ഐ മാക്സിമം. ആ സമയത്ത് ഇത് മാക്സിമം ആവുമോ? ഇല്ല, മാക്സിമം ആവുന്ന കുറേ കൂടെ കഴിഞ്ഞിട്ടാണ്. മനസ്സിലായോ? പിന്നീട് ഇത് സീറോ ആയപ്പോൾ ഏകദേശം ഇവിടെ മാക്സിമം ഒക്കെ ആയത്. പിന്നെ അത് കുറച്ചും കൂടെ കഴിഞ്ഞ് ഇത് സീറോ ആയി കഴിഞ്ഞ് കുറേ കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴാണ് ഇത് സീറോ ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡക്ടറിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് നമ്മൾ സാധാരണ റെസിസ്റ്റൻസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള കറണ്ടിനെ പോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ റെസിസ്റ്ററിലുള്ള കറണ്ട് കൃത്യമായിട്ട് അത് ഇവിടെ സീറോ, പിന്നീട് ഇങ്ങനെ മാക്സിമത്തിലെത്തി, പിന്നീട് ഇങ്ങനെ കുറഞ്ഞ് സീറോയിലെത്തി. അതൊക്കെ ആ ഒരു പാത്തിൽ കൂടെയല്ല ഇൻഡക്ടറും കൂടെ ഉപയോഗിക്കുമ്പോൾ വരും. ഇൻഡക്ടർ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ആറും എല്ലും കൂടെ വരുന്ന സമയത്ത് ഈ രീതിയിലാണ് മാറ്റം വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ല് മാത്രമാണ്, അപ്പോൾ ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 90 ഡിഗ്രിയാണ്, ഇത് 180 ഡിഗ്രിയാണ്, ഇത് 180 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 0 ഡിഗ്രി. ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് മാക്സിമം ആവുന്നത് ഇത് 90 ആകുമ്പോഴാണ്, പിന്നെ അത് 0 ആവുന്നത് 180 ആകുമ്പോൾ ഇങ്ങനെ വരിക. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും വരിക ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ. അതേസമയം ഇൻഡക്ടറും കപ്പാസിറ്ററും വരിക, ഇൻഡക്ടറും റെസിസ്റ്ററും വരികയാണെങ്കിലോ,
ഇതിപ്പോൾ റെസിസ്റ്റർ മാത്രമാണെങ്കിൽ 90 ഡിഗ്രിയിലാണ്, ഇൻഡക്ടർ മാത്രമാണെങ്കിൽ 180 ഡിഗ്രിയിലാണ് ഇത് വരുന്നത്. അതായത് കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുള്ളൂ, ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുള്ളൂ. ഇവിടെ ഇതിങ്ങനെ ഈ 90 ഡിഗ്രിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യലും ഡിക്രീസ് ചെയ്യലൊക്കെ കഴിഞ്ഞു. അതേസമയം ഇൻഡക്ടർ മാത്രമാകുമ്പോൾ ഇതിങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഇത് 0 ആവുന്ന സമയത്ത് അത് മാക്സിമം ആവുന്നത്. പിന്നീട് അതും കഴിഞ്ഞിട്ട് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് 0 ആവുന്നത്. ഒരു 90 ഡിഗ്രി ലാഗ് വരുന്നുണ്ട്. അതേസമയം ഇനിയിപ്പോൾ RL ലോഡ് ആണെങ്കിലോ, R ആണെങ്കിൽ 90 ഡിഗ്രിയിലും L ആണെങ്കിൽ 180 ഡിഗ്രിയിലും. ഇപ്പോൾ RL ലോഡ് ആകുമ്പോൾ 90ക്കും 180ക്കും ഇടയിലുള്ളൊരു പോയിന്റ് ഏതാണ്ട് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ഈ രീതിയിൽ വരും. ഇതാണ് RL ലോഡ് ആകുമ്പം കറണ്ടിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന വ്യത്യാസം. ഇൻഡക്ടർ വരുന്ന സമയത്ത് കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതിൻ്റെ വേവ് ഫോം വരയ്ക്കാനായിട്ട് പോവുകയാണ്. വേവ് ഫോം വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു സൈൻ വേവ് നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെ സൈൻ വേവ് വരച്ചു. ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. അടുത്ത നമ്മളിവിടെ ഗേറ്റ് പൾസ് കൊടുക്കുന്നത് ഏതാണ്ട് ഈ ആൽഫ എന്ന് പറയുന്ന പോയിന്റിലെ ഗേറ്റ് പൾസ്. ഞാനിവിടെ ഗേറ്റ് പൾസിന് വേണ്ടി ഇങ്ങനെ വേറെ വരച്ച് കാണിക്കുന്നില്ല, സ്പേസ് കളയേണ്ട എന്നുള്ളതുകൊണ്ട് ഇവിടെ തന്നെ കാണിക്കുകയാണ്. ആൽഫയിലൊരു ഗേറ്റ് പൾസ് കൊടുത്തത് 0 ആണ്. ഇത് പൈ ആണ്. ആൽഫ എന്ന് പറയുന്ന പോയിന്റിൽ ഗേറ്റ് പൾസ്. ഇത് 2π ആണ്. ഇത് 3π ആണ്. ഇത് 4π ആണ്. സാധാരണഗതിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇനി നമുക്ക് വരയ്ക്കാനുള്ളത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ആൽഫ എന്ന് പറയുന്ന ഫയറിംഗ് ആംഗിൾ കൊടുത്തത് ഇവിടെയാണ്. ഹാഫ് വേവ് ആണ്. വീണ്ടും അടുത്ത ഫയറിംഗ് കൊടുക്കുന്നത് എവിടെയാണ്? ഇതിപ്പോൾ ഒരു സൈക്കിളാണ്. ആ ഒരു സൈക്കിളിൽ ആൽഫ എന്ന് പറയുന്ന ആംഗിളിലാണ് കൊടുക്കുന്നത്. അടുത്ത സൈക്കിൾ വീണ്ടും 2π കഴിഞ്ഞ അടുത്ത വീണ്ടും ആൽഫ. എന്താ, അപ്പോൾ നമുക്ക് 2π കഴിഞ്ഞിട്ടായതുകൊണ്ട് 2π പ്ലസ് ആൽഫ എന്ന് പറയാം. ഇവിടെയാണ് അടുത്ത ഫയറിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആൽഫയാണ്, ഇത് പൈ ആണ്, ഇത് 2π ആണ്, ഇത് 2π പ്ലസ് ആൽഫയാണ്, ഇത് 3π ആണ്. അങ്ങനെ പോകും. അപ്പോൾ അടുത്ത എവിടെ വെച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ? ഇവിടെ വെച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ശരിയല്ലേ? വോൾട്ടേജിൻ്റെ കാര്യത്തിൽ ഇവിടെ വെച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ. പക്ഷേ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് കറണ്ടിന് എന്താ സംഭവിക്കണം നോക്കണം. കറണ്ട് വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് വോൾട്ടേജ് വരയ്ക്കാം. അതെന്തിനാ? അതൊരു കാര്യമുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് വരുമ്പോൾ, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ അതാ ഈ സപ്ലൈ കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും തൈറസ്റ്റർ കറണ്ടൊക്കെ സെയിം ആകാൻ കാരണം സീരീസ് ആയതുകൊണ്ട്. ഇവിടെ ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ലാഗിങ് ആണ്. കറണ്ട് വളരെയധികം എന്താണ് ലാഗ് ചെയ്തേ വരുള്ളൂ. ഇതിങ്ങനെ പെട്ടെന്ന് വരുന്നതിന് പകരം വളരെ സ്ലോ ആയിട്ട് ഗ്രാജുവൽ ഇൻക്രീസ് ഗ്രാജുവൽ ഡിക്രീസ്. ഇൻഡക്ടർ മാത്രമാണെങ്കിൽ, റെസിസ്റ്ററും ഇൻഡക്ടറും കൂടെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് 180 വരെ പോലെങ്കിലും 90ക്കും 180ക്കും ഇടയിൽ. കാരണം റെസിസ്റ്റർ മാത്രമാകുമ്പം 90യിൽ അവസാനിക്കുന്ന കറണ്ട്, ഇൻഡക്ടർ മാത്രമാകുമ്പോൾ 180യിൽ അവസാനിക്കുന്ന കറണ്ട്, റെസിസ്റ്ററും ഇൻഡക്ടറും വരുമ്പോൾ 90ക്കും 180ക്കും ഇടയ്ക്കായിട്ട് വരുന്ന കറണ്ട്. ഓക്കെ, ഈ രീതിയിൽ വരും. 90ക്കും 180ക്കും ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വരയ്ക്കുക കറണ്ട് എങ്ങനെ വരിക? നമ്മൾ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഇവിടെ കറണ്ട് വരുന്നത് എങ്ങനെയായിരിക്കും? കറണ്ട് ആൽഫയിൽ നിന്ന് ആൽഫ ആംഗിൾ ഫയറിംഗ് കൊടുക്കുമ്പോഴേ കറണ്ട് ഉണ്ടാവുള്ളൂ, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കറണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കറണ്ട് ശരിക്കും ഇവിടെ ഈ പോയിന്റിൽ നടുക്കാണ് മാക്സിമം. അതാ ഇവിടെയാണ് മാക്സിമം, ഇതിലാണ് മാക്സിമം വരേണ്ടത്. ഈ പോയിന്റിലാണ് മാക്സിമം. പക്ഷേ ഇവിടെ ഒന്നും മാക്സിമം വരില്ല. ഇവിടെ നിന്ന് ഗ്രാജുവലി ഇങ്ങനെ കൂടി ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഏതാണ്ട് ഇവിടേക്ക് എത്തുമ്പോഴേ മാക്സിമം വരുള്ളൂ. എന്നിട്ട് 0 ഇവിടെ എത്തുമ്പോൾ ശരിക്കും 0 ആവേണ്ടത്. പക്ഷേ ഇവിടെ 0 ആവില്ല. അതിങ്ങനെ പോയി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ എത്തുമ്പോൾ എന്തേ ഉള്ളൂ? 0 ആവുള്ളൂ. അപ്പോൾ കറണ്ട് ഏതാണ്ട് ഇങ്ങനെ കിട്ടുക. മനസ്സിലായോ? ഇവിടെ ആൽഫ, ഇത് പൈ ആണ്. ഇതിനെ നമുക്ക് വിളിക്കാം, കളർ മാറ്റാം അല്ലേ?
ഇവിടെ ആൽഫ, ഇവിടെ പൈ ആണ്, ഇവിടെ വരെ ഏത് വരെയാണുള്ളത് അതിന് എക്സ്റ്റിങ്ഷൻ ആംഗിൾ എന്ന് പറയാം. കണ്ടക്ഷൻ ഏത് വരെയാണോ അതിന് എക്സ്റ്റിങ്ഷൻ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റിങ്ഷൻ ആംഗിൾ ബീറ്റ പൈ ആണ്. ഇവിടുത്തെ എക്സ്റ്റിങ്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര 90 ഡിഗ്രിയാണ്. ഇവിടെ 180 ഡിഗ്രിയാണ്. ഇവിടെ പർട്ടിക്കുലർ ബീറ്റ അത് എത്രയാവാം വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു ആൽഫ ടു പൈ. ഇനി അതേപോലെ തന്നെ അടുത്ത കറണ്ട് എങ്ങനെ വരിക? അടുത്ത കറണ്ട് ഇതേപോലെ തന്നെയാണ്. അടുത്ത ഫയറിംഗ് ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ വോൾട്ടേജിന് അതേപോലെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന് അതേപോലെ ഫോളോ ചെയ്യുക ചെയ്യുക. പകരം എന്തെങ്കിലും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി പിന്നെ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുള്ളൂ. അല്ലാതെ ഈ വോൾട്ടേജ് 0 ആകുന്ന സമയത്ത് തന്നെ ഇത് 0 ആവില്ല. അപ്പോൾ ഇതേപോലെ അപ്പോൾ കറണ്ട് ഇത് നമുക്കറിയാം, ഇത് 2π ആണ്, ഇത് 2π പ്ലസ് ആൽഫയാണ്, ഇത് 3π ആണ്, ഇത് ആൽഫ. നമുക്കറിയാം ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ 0 മുതൽ ഇവിടെ വരെയുള്ള പോയിന്റ് ഇത്രയും ദൂരത്തിനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഷോർട്ട് ഡ്യൂറേഷനെ പറയുന്ന പേരല്ല ബീറ്റ. ഈ പൈ മുതൽ ബീറ്റ വരെയുള്ള ഡ്യൂറേഷൻ അല്ല ബീറ്റ. ഈ 0 മുതൽ പൈ വരെ ബീറ്റ വരെയുള്ള പോയിന്റാണ് ബീറ്റ. ഇപ്പോൾ ഇവിടെ 2π ആണ്. അപ്പോൾ ഈ 2πയിലേക്ക് ഇത്രയും ദൂരം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ 2π പ്ലസ് ബീറ്റ കിട്ടും. അങ്ങനെയാണ് ഇവിടെ 2π പ്ലസ് ബീറ്റ ആവുന്നത്. അപ്പോൾ ഏതൊക്കെ ആയാലും നമുക്ക് കറണ്ട് എങ്ങനെ കിട്ടുന്നത് മനസ്സിലായി. ഇനി കറണ്ട് കിട്ടി നോക്ക്. ഇനി വോൾട്ടേജിൻ്റെ കാര്യം നമുക്ക് ഇനി വോൾട്ടേജ് വരയ്ക്കുക. വോൾട്ടേജ് വരയ്ക്കുമ്പോൾ ശരിക്കും നമുക്കറിയാം ഇവിടെ ലൈൻ കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് സൈൻ വേവിൻ്റെ സപ്ലൈ വോൾട്ടേജിൻ്റെ, ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. സാധാരണഗതിയിൽ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ഫോർവേഡ് ബയാസിൻ്റെ സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും, ആ സമയത്ത് തൈറിസ്റ്റർ ഫോർവേഡ് ബയാസ് ആകും. തൈറിസ്റ്ററിൽ ഗേറ്റ് പൾസ് കൊടുക്കുന്നത് മുതൽ അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഔട്ട്പുട്ടിൽ കിട്ടുന്നു. പിന്നീട് ഇവിടെ അടുത്ത ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സപ്ലൈ വോൾട്ടേജ് വരുമ്പം മുകളിലെ പോസിറ്റീവ് നെഗറ്റീവും താഴെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ തിരിച്ച് സപ്ലൈ വരുന്ന സമയത്ത് ഈ നമ്മുടെ തൈറിസ്റ്റർ റിവേഴ്സ് ബയാസ് ആകും. തൈറിസ്റ്റർ റിവേഴ്സ് ബയാസ് ആകുന്നത് മാത്രമല്ല അവിടെയുള്ള കറണ്ടും ഏതുപോലെ തന്നെയാണ്. കറണ്ട് എന്ന് പറയുന്നതും അവിടെ പിന്നെ ഇവിടെ 0 ആകുന്നുണ്ട്. നമ്മളത് എന്താണോ ഫോളോ ചെയ്യുന്നത് അതേപോലെ കറണ്ടും 0 ആകുന്നുണ്ട്. പിന്നീട് നെഗറ്റീവ് വോൾട്ടേജും അപ്ലൈഡ് ആകുന്നുണ്ട്. അങ്ങനെയായിരുന്നു അതിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ കേസിൽ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഈ പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ തൈറിസ്റ്ററിന് നേരെ. അതേസമയം നമ്മൾ തൈറിസ്റ്റർ കൂടെയുള്ള കറണ്ട് നോക്കൂ. തൈറിസ്റ്റർ കൂടെയുള്ള കറണ്ട് 0 ആകുന്നുണ്ടോ? ഈ പോയിന്റിൽ 0 ആകുന്നുണ്ടോ? നെഗറ്റീവ് വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ പോലും കറണ്ട് എന്താകുന്നില്ല, 0 ആകുന്നില്ല. കറണ്ട് എവിടെയാണ് 0 ആകുന്നത്? ബീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ കഴിഞ്ഞിട്ട് ബീറ്റ എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് 0 ആകുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഇവിടെ 0 ആവുന്നില്ല. നമുക്കറിയാം ഈ തൈറിസ്റ്റർ ഓഫ് ആകാനുള്ള കണ്ടീഷൻ എന്താ? തൈറിസ്റ്റർ ഓഫ് ആകാനുള്ള കണ്ടീഷൻ അതിൽ കൂടെയുള്ള ആനോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ താഴെ ആയിരിക്കണം, അഥവാ 0 ആയിരിക്കണം എന്ന് നമ്മൾ പറയാം പ്രാക്ടിക്കലി. അതേപോലെ തന്നെ ഇവിടെ റിവേഴ്സ് വോൾട്ടേജ് വരണം. റിവേഴ്സ് വോൾട്ടേജ് ഉണ്ട്, രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്. പക്ഷേ അതേസമയം കറണ്ട് എന്താകുന്നില്ല, 0 ആവുന്നില്ല. അപ്പോൾ ഈ ബീറ്റ എന്ന് പറയുന്ന പോയിന്റ് വരെ കറണ്ട് 0 ആവാത്തത് കാരണം നമ്മുടെ തൈറിസ്റ്റർ എന്ത് ചെയ്യില്ല, ഓഫ് ആവില്ല. അതുകൊണ്ട് അത്രയും നേരം കണ്ടക്ഷൻ ഉണ്ട്. ആ കണ്ടക്ഷൻ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. കറണ്ട് 0 ആകാത്തതുകൊണ്ട്. അപ്പോൾ കണ്ടക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ കണ്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ അതിനനുസരിച്ച് വോൾട്ടേജ് ഉണ്ടാകും. അപ്പോൾ ആ വോൾട്ടേജ് എവിടെ വരുന്നുണ്ട്? ബീറ്റ എന്ന് പറയുന്ന വോൾട്ടേജ്. ഇപ്പോൾ ഇതാണ് ബീറ്റ എന്നുണ്ടെങ്കിൽ അതുവരെ എന്ത് ചെയ്യും? കണ്ടക്ഷനും നടക്കും, വോൾട്ടേജ് ഉണ്ടാകും. വോൾട്ടേജ് എന്താ സംഭവം? കണ്ടക്ഷൻ നടക്കുമ്പോൾ സപ്ലൈ വോൾട്ടേജ് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക, അല്ലേ? കണ്ടക്ഷൻ നടക്കുന്ന തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ സപ്ലൈ വോൾട്ടേജ് കൊടുത്തത് അത് തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക? ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. അതാണ് ഇവിടെ. ഇപ്പോൾ കണ്ടക്ഷന് ബീറ്റ വരെ ഉണ്ട്. അപ്പം സപ്ലൈ വോൾട്ടേജ് എന്താണോ ആ സപ്ലൈ വോൾട്ടേജ് അതേപോലെ ഏതുവരെ കണ്ടക്ഷൻ നടക്കുന്നത് അതുവരെ എന്തുണ്ടാകും? സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ മനസ്സിലായി? അപ്പോൾ സപ്ലൈ വോൾട്ടേജ് ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇനി എന്താണ്? ഇനി കണ്ടക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടോ? നെഗറ്റീവ്. പിന്നെന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ കറണ്ട് 0 ആയി, മാത്രമല്ല ഓൾറെഡി നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പം വോൾട്ടേജ് ഓൾറെഡി റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ഓക്കെയാണ്. കറണ്ട് ഇപ്പോഴാണ് 0 ആയത്, ബീറ്റോയിൽ വെച്ചിട്ടാണ് 0 ആയത്. അപ്പം നമ്മുടെ തൈറിസ്റ്റർ എന്താവും? ഓഫ് ആവും. ഇനി എന്ത് ചെയ്യില്ല? നമുക്ക് കണ്ടക്ഷൻ ഉണ്ടാവില്ല. ഏതുവരെ? ഇനി ട്രിഗർ ചെയ്യുന്നവരെ വോൾട്ടേജ് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ വോൾട്ടേജും ഉണ്ടാവില്ല. പിന്നെ വോൾട്ടേജ് വീണ്ടും എവിടെ നിന്നാണ് ഉണ്ടാവുക? അടുത്തത് വീണ്ടും ഇതേപോലെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്?
ഇവിടുന്ന് ട്രിഗർ ചെയ്യുന്ന ആൽഫ എന്ന് പറയുന്ന ട്രിഗർ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും വോൾട്ടേജ് ഉണ്ടാകും. എന്നിട്ട് വീണ്ടും വോൾട്ടേജ് ഇങ്ങനെ വന്ന് റിവേഴ്സ് ആകാം. ഇവിടെ നോക്കി, ഇവിടെ ആയിട്ട് വോൾട്ടേജ് ഇവിടെ നിൽക്കില്ല, വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ബീറ്റ വരെ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കാരണം കറണ്ട് കണ്ടക്ഷൻ ഇതുവരെയുണ്ട്, ബീറ്റ എന്ന് പറയുന്ന ഈ പോയിന്റ് വരെയുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? കറണ്ട് കണ്ടക്ഷൻ ബീറ്റ എന്ന് പറയുന്ന പോയിന്റ് വരെ ഉണ്ട്. ഇവിടെ ശരിക്കും സാധാരണഗതിയിൽ ഈ ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത് അവസാനിക്കേണ്ടത്. പക്ഷെ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എന്താവുന്നില്ല, സീറോയിൽ അവസാനിക്കുന്നില്ല. അപ്പോൾ കറണ്ട് സീറോ, രണ്ട് കണ്ടീഷനാണ് തൈറിസ്റ്റർ ഓഫ് ആവാൻ വേണ്ടത്. തൈറിസ്റ്റർ ഓഫ് ആകുമ്പോഴാണ് കണ്ടക്ഷനും വീണ്ടും നടക്കാതിരിക്കുക, വോൾട്ടേജ് വീണ്ടും ഔട്ട്പുട്ടിൽ വരാതിരിക്കുക. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഡയറക്ഷനിൽ വരാൻ കാരണം? നെഗറ്റീവ് സ്പൈക്ക് ഉണ്ടാവാനുള്ള കാരണം, അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാവാനുള്ള കാരണം കറണ്ട് കണ്ടക്ഷൻ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. കറണ്ട് കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ ആംഗിൾ നിൽക്കുന്നുണ്ട്. 2π+β വരെ കറണ്ട് കണ്ടക്ഷൻ ഉണ്ട്. അപ്പോൾ കറണ്ട് സീറോ ആയിട്ടില്ല. വോൾട്ടേജ് റിവേഴ്സ് ആയാൽ മാത്രം പോരാ, കറണ്ട് സീറോ ആവണം. ഇവിടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? റിവേഴ്സ് ആകുന്നുണ്ട്, പക്ഷേ കറണ്ട് സീറോ ആവുന്നില്ല. അതുകൊണ്ട് തൈറിസ്റ്റർ ഓഫ് ആവുന്നില്ല, കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. കണ്ടക്ഷൻ നടക്കുന്ന സമയത്ത് സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് ഇവിടെ ഈ സ്ഥലത്ത് നെഗറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടി. അപ്പോൾ കണ്ടക്ഷൻ ഇതുവരെയുണ്ട്. ഇനി അതിനുശേഷമുള്ള കാര്യം പറയുകയാണെങ്കിലോ, അതിനുശേഷമുള്ള കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കറണ്ട് എന്ത് ചെയ്തു? സീറോ ആയി. കറണ്ട് സീറോ ആയി മാത്രമല്ല, ഓൾറെഡി പിന്നെ വോൾട്ടേജ് റിവേഴ്സ് ആയി. അപ്പോൾ കറണ്ട് സീറോ, വോൾട്ടേജ് റിവേഴ്സ്. അപ്പോൾ അവിടെ മുതൽ എന്ത് ചെയ്യില്ല? കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ മുതൽ എന്ത് ചെയ്യില്ല? വോൾട്ടേജ് ഉണ്ടാവില്ല ഔട്ട്പുട്ടിൽ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ നമ്മുടെ തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൈനൊക്കെ ഇതേപോലെ താഴേക്ക് വരയ്ക്കുക. ഇത് ബീറ്റ. തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടാത്ത സമയത്ത്, ഔട്ട്പുട്ട് ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള വോൾട്ടേജ് ഒക്കെ എവിടെ പോകുന്നത്? ഔട്ട്പുട്ട് ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആയിട്ടുള്ള കണ്ടീഷനിലും അതുപോലെ മറ്റത് കണ്ടക്ട് ചെയ്യാത്ത കണ്ടീഷനിലൊക്കെ തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരിക. അപ്പോൾ തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇവിടെ വരും, ഈ പൊസിഷനിൽ വരും. ഇവിടെ തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇതുവരെ ആൽഫ വരെ. കാരണം ആൽഫ മുതലേ ആര് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ? തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് വരും. പിന്നെ ഇവിടെ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എവിടെ വരെ? ബീറ്റ വരെ. ബീറ്റ എന്ന് പറയുന്ന പോയിന്റ് വരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ എന്തുണ്ടാവില്ല? അവിടെ വരെ കണ്ടക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവിടെ വരെ കണ്ടക്ഷൻ അല്ല, അവിടെ വരെ തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല എന്നുള്ള. പിന്നെ ബീറ്റയിൽ വെച്ചിട്ട് ഇത് അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വരും, ഇവിടെ വരെ ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല, ഇവിടെയും എന്തെന്നില്ല? വോൾട്ടേജ് ഇല്ല. അപ്പോൾ ഈ പൊസിഷനിൽ ബാക്കിയില്ല, ഈ സമയത്ത് എന്ത് ചെയ്യും? തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് വരും. വീണ്ടും കണ്ടക്ഷൻ ഇല്ല, ഏതുവരെ? അടുത്ത 2π+β വരെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് വോൾട്ടേജ് അക്രോസ് തൈറിസ്റ്റർ വരിക. വോൾട്ടേജ് അക്രോസ് തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു. നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മൾ ഫയറിംഗ് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുക. ഡയോഡ് ആണെങ്കിൽ നമ്മൾ ആകെ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു. ഡയോഡ് ആണെങ്കിൽ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നിത് ഫോർവേഡ് ബയാസ്ഡ് ആണോ റിവേഴ്സ് ബയാസ്ഡ് ആണോ നോക്കുക. ഫോർവേഡ് ബയാസ്ഡ് ആകുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ വോൾട്ടേജും കറണ്ടും ഉണ്ടാകും. അതേസമയം റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഫോർവേഡ് ബയാസ് ആയിട്ടും കാര്യമില്ല. എന്ത് സംഭവിക്കും? ഫോർവേഡ് ബയാസ് ആണെങ്കിലും നമ്മൾ ഫയറിംഗ് കൊടുക്കണം. അപ്പോൾ 0യിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം ആൽഫയിൽ നിന്ന് തുടങ്ങി, പിന്നെ ഇവിടെ അവസാനിക്കും. പക്ഷേ ശരിക്ക് ഔട്ട്പുട്ട് എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് റെക്ടിഫയർ ആണ്. ഇവിടെ റെക്ടിഫയർ ആകുമ്പോൾ ശരിക്കും ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കട്ട് ചെയ്യുക ചെയ്യുക. സാധാരണ ഡയോഡൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ തൈറിസ്റ്റർ വെച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആർലോഡ് ആണെങ്കിലും ഇവിടെ റിവേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ റിവേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടായത്? ഇവിടെ റിവേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് നേരം കൂടെ കണ്ടക്ട് ചെയ്യും. കാരണം ഇൻഡക്ടർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുക. അപ്പോൾ കറണ്ട് ഇവിടെ ശരിക്കും ഈ വോൾട്ടേജിനെ പോലെ തന്നെ ഫോളോ ചെയ്യുക, പകരം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പിന്നെ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുമ്പോൾ ഈ π ഡിഗ്രി അപ്പുറത്ത് എന്ത് ചെയ്യുള്ളൂ? കറണ്ട് അവസാനിക്കുള്ളൂ. ശരിക്കും കറണ്ട് എവിടെ അവസാനിക്കണം? ഈ πയിൽ അവസാനിക്കണം. ശരിക്കും ബീറ്റ എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ ആംഗിൾ എന്ന് പറയുന്ന ബീറ്റ ബി ഈ πയിലാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇത് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് കിടന്ന് ബീറ്റ എന്ന് പറഞ്ഞ പോയിന്റ് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ എഫക്റ്റ് കാരണമാണ്. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി കാരണമാണ്. ഇൻഡക്ടർ കുറച്ച് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക, ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുക ഇൻഡക്ടറിലെ കറണ്ട്. അപ്പോൾ നമുക്ക്
ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ നടന്ന് എന്ത് ചെയ്യണം, നമ്മുടെ തൈറിസ്റ്റർ ഓഫ് ആവണം. പക്ഷേ ഇവിടെ തൈറിസ്റ്റർ ഓഫ് ആവുന്നില്ല. കാരണം തൈറിസ്റ്റർ ഓഫ് ആവാൻ 2 കണ്ടീഷനാണ് വേണ്ടത്. ഒന്ന് കറണ്ട് 0 ആയിരിക്കണം, അതിൽ കൂടെയുള്ള രണ്ടാമത്തേത് വോൾട്ടേജ് റിവേഴ്സ് ചെയ്യണം. ഇവിടെ ഈ പോയിന്റ് എത്തുമ്പോൾ തന്നെ എത്തുമ്പോൾ തന്നെ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കൂടെ വരുന്ന നമ്മുടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, കറണ്ട് 0 ആകുന്നില്ല. കറണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് 0 ആവുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ കറണ്ട് 0 ആവണം, രണ്ടാമത്തെ കണ്ടീഷൻ ആ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ഒന്നാമത്തെ കറണ്ട് 0 ആവുന്ന സാറ്റിസ്ഫൈ ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത്രയും നേരം കൂടെ കണ്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടക്ഷൻ ആൽഫ മുതൽ ബീറ്റ വരെ നടക്കും. കണ്ടക്ഷൻ ആൽഫ മുതൽ ബീറ്റ വരെ നടന്നു കഴിഞ്ഞാൽ ആൽഫ മുതൽ ബീറ്റ വരെ സപ്ലൈ വോൾട്ടേജ് എന്താണോ അതേ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇതങ്ങനെ, പിന്നെ ഇവിടെ വരെ ഉണ്ട്. കണ്ടോ, ഔട്ട്പുട്ട് എന്താണോ ഇൻപുട്ടിൽ കൊടുത്ത് അതേ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും. ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട്, അതാണ് വരിക. അപ്പോൾ ഇങ്ങനെ ബീറ്റ വരെ ഇങ്ങനെ കിട്ടി. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഡയറക്ഷനിൽ കിട്ടി. ഇനി എന്താ ചെയ്യുക, ബീറ്റ എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറണ്ട് എന്താണ്, കറണ്ട് 0 ആയി. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വോൾട്ടേജ് റിവേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് 0 ആയി, വോൾട്ടേജ് റിവേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, തൈറിസ്റ്റർ ഓഫ് ആവും. പിന്നെ തൈറിസ്റ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടോ, ഇല്ല. പിന്നെ അവിടെ മുതൽ കറണ്ട് കണ്ടക്ഷൻ നടത്തുക. പിന്നെ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 2πയിൽ തുടങ്ങും. പക്ഷേ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ഷൻ നടക്കുമോ, ഇല്ല. കാരണം എന്താ, ഫയറിംഗ് കൊടുക്കുന്ന വീണ്ടും ഒരു ആൽഫ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2π + ആൽഫ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫയറിംഗ് ട്രിഗറിംഗ് നടക്കുന്നത്. അപ്പോൾ കണ്ടക്ഷൻ അവിടെ മുതലുണ്ടാവും. വീണ്ടും ഈ സംഭവം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ അവിടെയും വോൾട്ടേജിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഇതെന്താ വരച്ചത്, ഇത് തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഈ ഔട്ട്പുട്ടിൽ കിട്ടാത്ത സമയത്ത് ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് കിർച്ചോഫ് ലോ പ്രകാരം ഇവിടെയുള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ടിലാണ് പോവുക. ഈ ഔട്ട്പുട്ടിൽ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെയുള്ള ഈ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കാര്യം ഡ്രോപ്പ് ആയിട്ട് പോകണ്ടേ. ഇവിടെ ഔട്ട്പുട്ടിൻ്റെ സമയത്ത് വോൾട്ടേജ് ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ വോൾട്ടേജ് എവിടേക്കാണ് പോവുക, ഇവിടെ തൈറിസ്റ്ററിനെ ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. അതായത് ഔട്ട്പുട്ടിലേക്ക് ഈ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാത്ത സമയത്താണ് തൈറിസ്റ്ററിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് ഉണ്ടാവുക, അഥവാ തൈറിസ്റ്റർ വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാത്ത സമയത്തൊക്കെ തൈറിസ്റ്റർ വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന സമയമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതല്ലാത്ത സമയത്തൊക്കെ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും, തൈറിസ്റ്ററിനെ ക്രോസ് ആയിട്ട് വരും. അപ്പോൾ അതാ ഇവിടെ ശരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു, ആ വോൾട്ടേജ് ഇവിടെ തൈറിസ്റ്ററിൽ ബ്ലോക്കായി. ഇവിടെ അതാ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ബാക്കി ഇവിടുന്ന് ഇത്രയും ഭാഗമുണ്ട്, അത് അവിടെ വന്നു. പിന്നെ ബാക്കി ഇത് അവിടെ ഇത്രയും ഭാഗമുണ്ട്, അത്ര ഭാഗം ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇതിന് ഔട്ട്പുട്ടിലില്ലാത്ത സമയത്തൊക്കെ ഇൻപുട്ടിൽ ആ വോൾട്ടേജ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് RL ലോഡിൻ്റെ ഡയഗ്രാം, നമ്മുടെ വേവ് ഫോം എന്ന് പറയുന്നത്. ഇത് മര്യാദയ്ക്ക് ശരിക്കും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ, ഇപ്പോൾ RL ലോഡിൻ്റെത് നമ്മൾ പഠിച്ചു, RL ലോഡിൻ്റെയും നമ്മൾ പഠിച്ചു. ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ബാക്കിയുള്ളത് ഇനി അങ്ങോട്ടുള്ളത് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാണ്, ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതേപോലെ തന്നെ ഇത് ഔട്ട്പുട്ട് കറണ്ടാണ്. ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും, ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് പവർ ഉണ്ടാകുന്നത്, ഔട്ട്പുട്ട് പവർ ഉണ്ടാകുന്നത്. നോക്കുക, ഇവിടെ ഔട്ട്പുട്ട് പവർ, ആവറേജ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ലോഡിനേക്കാൾ, റെസിസ്റ്റൻസ് മാത്രം ലോഡായിരുന്നതിനേക്കാൾ പവർ ഔട്ട്പുട്ട് കുറയാണോ കൂടുകയാണോ ചെയ്യുക. ഇവിടെ പവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ π മുതൽ ബീറ്റ വരെ. നിങ്ങൾ നോക്കുക, ഈ π മുതൽ ബീറ്റ വരെ എങ്ങനെ കണ്ടക്ഷൻ നടന്നത്. ഇവിടെ സാധാരണഗതിയിൽ കണ്ടക്ഷൻ എവിടെ വരെ നടക്കുള്ളൂ, π വരെയാണ്. അപ്പോൾ ആൽഫ മുതൽ π വരെ കണ്ടക്ഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്, സാധാരണ നമ്മുടെ ഈ സാധാരണ നടക്കുന്ന കണ്ടക്ഷനാണ്. പക്ഷേ π മുതൽ ബീറ്റ വരെ ഇവിടെ കണ്ടക്ഷൻ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇൻഡക്ടറിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജിയുടെ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് π മുതൽ ബീറ്റ വരെ കണ്ടക്ഷൻ നടക്കാനുള്ള കാരണം. ഈ 0 മുതൽ ആൽഫ മുതൽ π വരെയുള്ള കണ്ടക്ഷൻ ആണെങ്കിലോ, ആൽഫ മുതൽ π വരെയുള്ള കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സപ്ലൈ ലൈന് നമ്മളിവിടെ സപ്ലൈ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ്. π മുതൽ ബീറ്റ വരെയുള്ള കണ്ടക്ഷൻ ആണെങ്കിലോ, π മുതൽ ബീറ്റ വരെയുള്ള കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ എഫക്റ്റ് കാരണമാണ്, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി കാരണമാണ്. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ബീറ്റ കുറച്ചും കൂടെ വലത്തേക്ക് ഇങ്ങോട്ട് മാറും, ബീറ്റയുടെ വാല്യൂ കൂടും, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് എനർജി ഇൻഡക്ടർ എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ നമ്മുടെ കണ്ടക്ഷൻ എക്സ്റ്റിങ്ഷൻ ആംഗിൾ ബീറ്റേനെ എക്സ്റ്റിങ്ഷൻ ആംഗിൾ എന്ന് പറയാം കേട്ടോ. ഇനി ഇവിടുത്തെ കണ്ടക്ഷൻ ആംഗിൾ എത്രയെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഈ എക്സ്റ്റിങ്ഷൻ ആംഗിളും ഫയറിംഗ് ആംഗിളും തമ്മിൽ വ്യത്യാസം നോക്കിയാൽ മതി. ആൽഫ മുതൽ ബീറ്റ വരെ കണ്ടക്ഷൻ, ഫയറിംഗ് ആംഗിൾ ആയിട്ടുള്ള ആൽഫ മുതൽ എക്സ്റ്റിങ്ഷൻ ആംഗിൾ ആയിട്ടുള്ള ബീറ്റ വരെ കണ്ടക്ഷൻ. സോ ബീറ്റ മൈനസ് ആൽഫ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടക്ഷൻ ആംഗിൾ കിട്ടും. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഇവിടുത്തെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം അതും കൂടെ പറയട്ടെ. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എങ്ങനെ കാണാം, സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തൈറിസ്റ്റർ എത്ര നേരം റിവേഴ്സ് ബയാസ് ആയിട്ട് നിന്നിട്ടുണ്ട്, അതിനെയാണ് സർക്യൂട്ട് ടേൺ ഓഫ് ടൈം അങ്ങനെയാണ് കണ്ടുപിടിക്കുക. തൈറിസ്റ്റർ എത്ര നേരം നിന്നിട്ടുണ്ട്, ഇത് അവിടെ 2π ആണ്, ഇത് ബീറ്റയാണ്. അപ്പോൾ ഈ 2π മൈനസ് ബീറ്റ എന്ന് പറയുന്ന നേരം വരെ, അപ്പോൾ ഒമേഗ TC നമുക്ക് പറയാം.
ഒമേഗ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π മൈനസ് ബീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് വേണ്ട എന്താ ടി സി ആണ്, സർക്യൂട്ട് ടേൺ ഓഫ് ടൈമാണ്. അപ്പോൾ 2π മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് വരും. അപ്പോൾ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ, 2π മൈനസ് ബീറ്റ ബൈ ഒമേഗ. നേരത്തെ കേസിൽ എന്തായിരുന്നു, നേരത്തെ കേസിൽ പറഞ്ഞാൽ ആൽഫ മുതൽ പൈ വരെ കണ്ടക്ഷനുള്ളായിരുന്നു, ആൽഫ മുതൽ പൈ വരെ കണ്ടക്ഷനുള്ളായിരുന്നു. അപ്പോൾ പൈ മുതൽ 2π വരെ എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ കേസിൽ, റെസിസ്റ്റർ മാത്രമുള്ള കേസിൽ ഇത്രയും പൈ മുതൽ 2π വരെ ഉണ്ടായിരുന്നു. സോ 2π മൈനസ് പൈ ബൈ ഒമേഗ, പൈ ബൈ ഒമേഗ എന്നായിരുന്നു നേരത്തെ കിട്ടിയത്. ഇവിടെ 2π മൈനസ് ബീറ്റ ബൈ ഒമേഗ എന്നാണ്. ഈ 2π മൈനസ് ബീറ്റ എന്ന് പറയുന്നത് ഉറപ്പാ, നേരത്തെ 2π മൈനസ് പൈ എന്ന് പറയുന്നതിനേക്കാളും ചെറുതാണ് 2π മൈനസ് ബീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ടി സി സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം പറഞ്ഞാൽ ലെസ് ദാൻ പൈ ബൈ ഒമേഗയാണ്. അവിടെ കിട്ടിയ പൈ ബൈ ഒമേഗയായിരുന്നു, അതിനേക്കാൾ കുറവാണ് ഇവിടുത്തെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പ്യൂർലി റെസിസ്റ്റർ ആണെങ്കിൽ ബീറ്റയുടെ എക്സ്റ്റൻഷൻ ആംഗിളുടെ വാല്യൂ പൈ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം നമ്മൾ മനസ്സിലാക്കി. കണ്ടക്ഷൻ എത്ര വരെയുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കി. ആൽഫ മുതൽ പൈ വരെ സപ്ലൈ ലൈൻ കാരണവും പൈ മുതൽ ബീറ്റ വരെ നമ്മുടെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി കാരണമാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ബീറ്റ എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ ആംഗിളാണ്, ആൽഫ എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആംഗിൾ അല്ലെങ്കിൽ ട്രിഗറിംഗ് ആംഗിളാണ്. ഇനി നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ്? ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും RMS ഔട്ട്പുട്ട് വോൾട്ടേജും. അപ്പോൾ ഞാൻ നേരത്തെ എങ്ങനെയാണിത് ചെയ്യാന്നുള്ള മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ റെസിസ്റ്റർ ലോഡ് മാത്രമാകുമ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അത് മെത്തേഡൊന്നും ചെയ്യില്ല, ഇനി ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആൻസർ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ആൻസർ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഞാനതിന് മുമ്പൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കെന്ത് കിട്ടും, പവർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ പവറിൻ്റെ എന്താ പ്രത്യേകത, ഇവിടെ വോൾട്ടേജ് നെഗറ്റീവ് ആകുന്നുണ്ട്, കറണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ പവർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെഗറ്റീവ് എന്ന് കിട്ടും. പക്ഷേ നേരത്തെ റെസിസ്റ്റർ ലോഡ് മാത്രമാകുമ്പോൾ ഇങ്ങനത്തെ ഒരു കേസേ ഒന്നുണ്ടായിരുന്നില്ല. അവിടെ പവറും കറണ്ടും എന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഔട്ട്പുട്ട് പോസിറ്റീവ്, ഇവിടെ ഔട്ട്പുട്ട് നെഗറ്റീവായി. അപ്പോൾ ഇതിൻ്റെ പവറിൻ്റെ ആവറേജ് മൊത്തം വാല്യൂ എടുത്ത് നോക്കുമ്പോൾ എന്താ ചെയ്യുക, കുറച്ച് ഇവിടെ ഇത്രയും പോർഷൻ നെഗറ്റീവ് കിട്ടി, ഇത്രയും പോർഷൻ പോസിറ്റീവും. നേരത്തെ മൊത്തം പോർഷൻ എന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോൾ ഇത്രയും പോർഷൻ എന്ത് ചെയ്തു, ഈ പോസിറ്റീവിൽ നിന്ന് കുറച്ച് നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ആവറേജ് പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. ആവറേജ് പവർ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റഡ് പവർ ഈ തൈറിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ നമുക്കിവിടെ തൈറിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ടിലേക്ക് എത്തേണ്ടുന്ന റേറ്റഡ് പവർ എത്രയാണോ ആ റേറ്റഡ് പവറിനേക്കാളും കുറഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ആവറേജ് പവർ ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ നമ്മൾ പറഞ്ഞ റേറ്റഡ് പവറിനേക്കാൾ കുറഞ്ഞു എന്നാണ്. അപ്പോൾ റേറ്റഡ് പവറിനേക്കാൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് നെഗറ്റീവുകളാണ്. നമുക്ക് പറയാം അവിടുത്തെ പവർ ഔട്ട്പുട്ട് കിട്ടുന്ന പുറത്തുള്ള പവർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വേണ്ടത്ര പവർ അവിടെ കിട്ടിയിട്ടില്ല. അപ്പം അത്രയും നല്ല പെർഫോമൻസ് അല്ല എന്നുള്ള കാര്യം ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം ഇതിലുണ്ടായിരുന്നില്ല, റെസിസ്റ്റൻസിലോട് മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം? ഇപ്പോൾ പവർ ഇവിടെ മുതൽ ഇവിടെ വരെ പോസിറ്റീവാണ്, കാരണം ഇവിടെ മുതൽ ഇവിടെ വരെ വോൾട്ടേജ് പോസിറ്റീവാണ്, ഇവിടെ മുതൽ ഇവിടെ വരെ കറണ്ടും പോസിറ്റീവാണ്. അപ്പോൾ പവർ എന്തായിരിക്കും, പോസിറ്റീവ്. പവർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ ഫ്ലോ സാധാരണഗതിയിൽ സോഴ്സിൽ നിന്ന് ലോഡിലേക്കാണ്, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കാണ്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ പൈ മുതൽ ബീറ്റ വരെ വോൾട്ടേജ് നെഗറ്റീവാണ്, പൈ മുതൽ ബീറ്റ വരെ കറണ്ട് പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ ഈ പൈ മുതൽ ബീറ്റ വരെ പവർ എന്താ, നെഗറ്റീവാണ്. പവർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ലോഡിൽ നിന്ന് സോഴ്സിലേക്കാണ്. അപ്പോൾ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പവർ ഒഴുകുന്നതിന് പകരം ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഇത്രയും നേരം പവർ ഒഴുകും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് മാത്രമായിരിക്കണം പവർ, ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് പവർ വരാൻ പാടില്ല. അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഈ RL ലോഡ് തന്നെ ഉപയോഗിച്ചിട്ട് RL ലോഡിൽ തന്നെ ഈ ലോഡിൽ നിന്ന് സോഴ്സിലേക്കുള്ള പവർ ഫ്ലോ നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കണം. അതിനുവേണ്ടി നമുക്കൊരു അറേഞ്ച്മെൻറ്റ് നടത്തണം. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ഇക്വേഷനും അതുപോലെ തന്നെ RMS വോൾട്ടേജ് ഇക്വേഷനും RMS ആവറേജ് വോൾട്ടേജ് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, എഴുതണം. ഇതിൻ്റെ വാല്യൂ വരിക നേരത്തെ VM ഡിവൈഡ് ബൈ 2π × 1 + cos α ആയിരുന്നു. ഇവിടെ VM ഡിവൈഡ് ബൈ 2π × cos α - cos β ഇങ്ങനെ വരിക. cos α - cos β. മറ്റൊടുത്ത് എന്തായിരുന്നു നോക്കുക, മറ്റൊടുത്ത് ബീറ്റ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ബീറ്റ പൈയിലായിരുന്നു അല്ലേ, ബീറ്റ എന്ന പൈ. അപ്പോൾ നോക്ക്, ബീറ്റ പൈ കോസ് ബീറ്റ കോസ് പൈ, കോസ് പൈ -1.
അപ്പോൾ കോസ് ആൽഫ -1, അപ്പോൾ കോസ് ആൽഫ +1 എന്ന് പറഞ്ഞാൽ Vm/2π 1 + കോസ് ആൽഫ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ബീറ്റ പൈ ആയതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. ഇവിടെ ബീറ്റ പൈ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇതേപോലെ RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ Vm/2√π ഇൻറ്റു മറ്റൊരുത്ത് എന്തായിരുന്നു π - α + 1/2 sin 2α all raised to 1/2 അഥവാ റൂട്ട് അല്ലേ. ഇവിടെ എങ്ങനെയാണ് വന്ന് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π - ആൽഫക്ക് പകരം β - ആൽഫ എന്ന് കൊടുക്കുക പ്ലസ് 1/2 ഇൻറ്റു സൈൻ 2α മാത്രമല്ല ഇതിന് പകരം -sin 2β എന്നും കൂടെ കൊടുക്കുക റേസ് ടു 1/2. അപ്പോൾ ഇക്വേഷൻ ഡിഫറൻസ് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഇക്വേഷൻ്റെ വ്യത്യാസം മനസ്സിലായോ? VORMS എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. എന്താ വ്യത്യാസം? ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് Vm/2π കോസ് ആൽഫ മൈനസ് കോസ് ബീറ്റ. മറ്റൊടുത്ത് കോസ് ആൽഫ +1 ആയിരുന്നു. 1 വരാൻ കാരണം കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് പറഞ്ഞാൽ പൈ ആയിരുന്നു. ഇവിടെ ബീറ്റ പറഞ്ഞാൽ പൈ അല്ല, പൈ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ നേരത്തെ VORMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മാത്രമാകുമ്പോൾ VORMS എന്ന് പറഞ്ഞാൽ Vm/2√π π - ആൽഫ കണ്ടോ. ഇവിടെ അവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ പൈ ആയതുകൊണ്ട് π - ആൽഫ വരാനുള്ള കാരണം. അതേപോലെ തന്നെ ഇവിടെ 1/2 sin 2α - sin 2β എന്ന് വന്നിട്ട് ഇവിടെ sin 2β മറ്റൊടുത്ത് ബീറ്റ π 180 ഡിഗ്രി പൈ ഡിഗ്രി ആയിരുന്നു. അപ്പോൾ sin 2π 360 sin 360 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0 ആണ്. അതുകൊണ്ട് sin 2α മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതണം. സോ Vm/2√π into β - α + 1/2 sin 2α - sin 2β all raised to 1/2. all raised to പറഞ്ഞാൽ ഈ Vm/2√π ഇല്ല, ബാക്കിയുള്ളതിന് എല്ലാം 1/2 raised to 1/2 ആണ് റൂട്ട്. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നേരത്തെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സപ്ലൈ വോൾട്ടേജിൻ്റെ പവർ ഫാക്ടർ കാണാൻ VOR/VSR, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ. ഔട്ട്പുട്ട് RMS വോൾട്ടേജ് ബൈ ഇൻപുട്ട് RMS വോൾട്ടേജ് ചെയ്താൽ നമുക്ക് പവർ ഫാക്ടറും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എത്രയായിരുന്നു? 2π - β/ω. 2π - β/ω. അത് വേണമെങ്കിൽ എഴുതാം. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ഇസ് ഈക്വൽ 2π - β ഡിവൈഡഡ് ബൈ ω. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതി വെക്കാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൺസോൾഡേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. നമുക്ക് ആർക്കെങ്കിലും എല്ലാം കൂടെ ബോർഡിൽ നേരത്തെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത് 2π - β ഡിവൈഡഡ് ബൈ ω. നമ്മുടെ ഔട്ട്പുട്ട് ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് Vm/2π കോസ് ആൽഫ മൈനസ് കോസ് ബീറ്റ. അതേപോലെ തന്നെ നമ്മുടെ RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Vm/2√π ഇൻറ്റു എത്ര വന്നിരുന്നത് ബീറ്റ - ആൽഫ പ്ലസ് 1/2 sin 2α minus sin 2β all raised to 1/2. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചു പഠിച്ച കാര്യം. ഇതിൽ പിന്നെ മറ്റു കാര്യങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആൽഫ മുതൽ പൈ വരെ സപ്ലൈ ലൈൻസ് കൊണ്ടാണ് കണ്ടക്ഷൻ. അതേപോലെ പൈ മുതൽ ബീറ്റ വരെ ഇൻഡക്റ്റർ സ്റ്റോറേജ് എനർജി കാരണമാണ് കണ്ടക്ഷൻ. ആൽഫ എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആംഗിൾ, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ ആംഗിൾ. ആൽഫക്കും ബീറ്റയ്ക്കും ഇടയിലാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ദൂരം ബീറ്റ - ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ് കണ്ടക്ഷൻ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എത്ര നേരം നടന്നു, കണ്ടക്ഷൻ ആംഗിൾ. അപ്പോൾ ഇതാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് RL ലോഡ്. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആവറേജ് പവർ എന്ത് ചെയ്യുന്നുണ്ട്, പവർ ആവറേജ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൈ ടു ബീറ്റ സമയത്ത് ലോഡിൽ നിന്ന് സോഴ്സിലേക്കാണ് പവർ ഫ്ലോ ചെയ്യുന്നത്. ആ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം.
അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ ഫേസ് ഹാഫ് വെയർ റെക്ടിഫയർ വിത്ത് RL ലോഡ് എന്താണ് മോഡിഫിക്കേഷൻ എന്നല്ലേ. വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ്. ഈ ഫ്രീ വീലിംഗ് ഡയോഡിനെ നമുക്ക് വേറെ പേരും വിളിക്കാം, ഫ്ലൈ വീൽ ഡയോഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബൈപ്പാസ് ഡയോഡ്, അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ ഡയോഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഫ്രീ വീലിംഗ് ഡയോഡ്, ഫ്ലൈ വീൽ ഡയോഡ്, ബൈപ്പാസ് ഡയോഡ്, കമ്മ്യൂട്ടേഷൻ ഡയോഡ്. അപ്പം എന്താ സംഭവം? ഒന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ സർക്യൂട്ട് എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു റെസിസ്റ്റർ ഉണ്ടാകും, ഒരു തൈറിസ്റ്റർ ഉണ്ടാകും, നമ്മുടെ ലോഡിൽ റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും ഉണ്ട്. ഇതന്നെ എവിടെയും സംഭവം. പക്ഷെ ഇവിടെ ഒരു ബൈപ്പാസ് ഡയോഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൈ വീൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫ്രീ വീലിംഗ് ഡയോഡ് ഇവിടെ കണക്ട് ചെയ്യും. ആ ഡയോഡാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഡയോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതാണ് ഫ്രീ വീലിംഗ് ഡയോഡ്, FD എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ തൈറിസ്റ്റർ, T എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ റെസിസ്റ്റർ ലോഡ്, ഇൻഡക്റ്റീവ് RL ലോഡ്. ഇതാണ് നമ്മുടെ VS സപ്ലൈ വോൾട്ടേജ്. VSനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, നമ്മളെങ്ങനെ എടുത്തിരുന്ന VM sin omega t ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. അതായത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് RL ലോഡിൻ്റെ കേസിൽ പറഞ്ഞതാണ്. ഇനി നമുക്കിവിടെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാം. സൈൻ വേവ് നോക്കുക, അല്ലെങ്കിൽ വേവ് ഫോം നോക്കുക. സൈൻ വേവ് അല്ല, വേവ് ഫോം നോക്കുക. ഇവിടെ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആണ്. സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാകാൻ പോകുന്നത്, നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. 0 ഇത് മാക്സിമം അല്ലേ. നമുക്കിവിടെ ഒരു വാല്യൂസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0, ഇവിടെ പൈ ആണ്, 2 പൈ ആണ്, 3 പൈ ആണ്, 4 പൈ ആണ്, അങ്ങനെ പോകും. ഇത് മാക്സിമം വാല്യൂ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, കോംപ്ലിക്കേഷൻ. ഇത് നെഗറ്റീവ് മാക്സിമം വാല്യൂ, ഇത് പോസിറ്റീവ് മാക്സിമം വാല്യൂ. ഇങ്ങനെയാണ് സൈൻ വേവ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വരച്ചു നോക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഉണ്ടാവുക, ശരിയല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ ഉണ്ടാവുക നോക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഫയറിംഗ് ആംഗിൾ എത്രയെന്ന് കൊടുത്തിട്ടില്ല അല്ലേ. ഫയറിംഗ് ആംഗിൾ ഇപ്പോൾ ഏതാണ്ട് ഇവിടെ ആൽഫ എന്ന് പറഞ്ഞൊരു ഒരു 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 ഫയറിംഗ് ഇവിടെ കൊടുത്തു. ഫസ്റ്റ് സൈക്കിളിൽ അടുത്ത ഫയറിംഗ് ഇത് അവിടെ കൊടുത്തു. ആയിക്കോട്ടെ. അപ്പോൾ ഈ പോയിൻ്റ് ആൽഫ, ഇത്രയും ദൂരം ആൽഫ, ഇത് പൈ, 0, ഇത് 2 പൈ, ഈ ദൂരം തന്നെ ഇവിടെ ഇങ്ങോട്ട് എടുത്തു. സോ ദിസ് ഇസ് 2 പൈ പ്ലസ് ആൽഫ. നിങ്ങൾ നോക്കുക ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്റർ ഫോർവേഡ് ബയാസ് ആണ്. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്റർ ഫോർവേഡ് ബയാസ് ആണ്. പക്ഷേ ഫോർവേഡ് ബയാസ് ആണെന്ന് വിചാരിച്ചിട്ട് 0 മുതൽ കണ്ടക്ഷൻ ഉണ്ടാവില്ല. കാരണം തൈറിസ്റ്ററിൽ ഗേറ്റ് കൊടുക്കുന്നത് എപ്പോഴാണ്? ആൽഫ ആംഗിളിലാണ്. സോ ആൽഫ ആംഗിൾ മുതൽ നമുക്ക് കണ്ടക്ഷൻ കിട്ടും. ഇവിടെ എങ്ങനെ വരിക? നെഗറ്റീവ് വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാം. ഇൻഡക്ടർ ഉണ്ടാകുമ്പോൾ നെഗറ്റീവിലേക്ക് പോയിരുന്നു. നമുക്ക് അവിടെ നിൽക്കട്ടെ, ആ കാര്യത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം കറണ്ട് എടുക്കുക അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരുന്നത്? അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ്? ആൽഫ, ഇവിടെ പൈ, ഇവിടെ 2 പൈ, ഇവിടെ 2 പൈ പ്ലസ് ആൽഫ, അങ്ങനെ പോകും 3 പൈ. എന്താ സംഭവിക്കണേ നോക്കുക. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിള് കണ്ടക്ഷൻ നടക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്. ഡയോഡൊന്നും കണ്ടക്ട് ചെയ്യില്ല, ഇവിടെ ഓപ്പൺ സർക്യൂട്ട് പോലെയാണ്. അപ്പോൾ ഈ റെസിസ്റ്റർ കൂടി ഇൻഡക്ടർ കൂടി ഇങ്ങനെ വരും. പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഫയറിങ് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് കറണ്ട് കിട്ടുന്നു, കണ്ടക്ഷൻ നടക്കുന്നു. ഇനി നോക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവും. ആ സമയത്ത് നമ്മുടെ ഡയോഡ് എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ് ആവും. കാരണം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സമയത്ത് വെച്ചിട്ട് ഈ 0 വോൾട്ടേജ് 0 ആവുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക.
വോൾട്ടേജ് 0 ആവുന്ന പോയിന്റ് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് വരും. ആ സമയത്ത് ഈ പോസിറ്റീവ് ഡയോഡിൻ്റെ ഇവിടെ പോസിറ്റീവിലേക്ക് വരും, ആനോഡിലേക്ക് വരും. അതുപോലെ നെഗറ്റീവ് തൈറിസ്റ്റർ ആ സമയത്ത് കണ്ടക്റ്റിംഗ് ആണ്. ആ ഒരു പോയിന്റിൽ ആ കണ്ടക്റ്റിങ് നെഗറ്റീവ് എവിടേക്ക് വരും, ഇതിലേക്ക് വരും. അപ്പം ഇപ്പം എന്തായിട്ട് മാറി, ഇപ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് അടുത്ത ആ ഒരു ഇൻസ്റ്റൻറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയി. പിന്നെ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കുക, ഇവിടുന്ന് അപ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഡയോഡ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഡയോഡ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഇൻഡക്ടർ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി റിലീസ് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ നേരത്തേക്ക് കറണ്ട് കണ്ടക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞാലും മതി. ഇൻഡക്ടർ കാരണം കുറച്ചുകൂടെ നേരത്തേക്ക് കറണ്ട് കണ്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ തൈറിസ്റ്റർ കൂടെ കറണ്ട് കണ്ടക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതെങ്ങനെ പോയത്, അതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ തൈറിസ്റ്റർ കൂടിയായിരുന്നു കണ്ടക്ഷൻ നടന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഇൻഡക്ടർ എന്ത് ചെയ്യില്ല, പിന്നെ തൈറിസ്റ്റർ കൂടെ കറണ്ട് കൊടുത്ത് വിടുന്നില്ല. കാരണം എന്താ, ഇവിടെ നല്ല അടിപൊളി ഒരു ഷോർട്ട് സർക്യൂട്ട്, ഇവിടെ ഒരു ഡയോഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയി. ഡയോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർവേഡ് ബയാസ് ആയി. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻഡക്ടർ പിന്നെ ഈ കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇതിലേക്കൂടെയാണ് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ കറണ്ട് സർക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ ഡയോഡ് ഇല്ലാതിരുന്ന സമയത്ത് ഇൻഡക്ടറിൽ നിന്നുണ്ടായിരുന്ന കറണ്ട് എന്ത് ചെയ്തു, നമ്മുടെ തൈറിസ്റ്റർ കൂടെയാണ് പോയിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ തൈറിസ്റ്റർ എന്ത് ചെയ്യുന്നില്ല, ഒരു ബീറ്റ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആംഗിൾ വരെ തൈറിസ്റ്റർ ഓഫ് ആയിരുന്നില്ല, അതുവരെ കണ്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് അതുവരെ കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടക്ഷൻ ഉണ്ടാകും, ഔട്ട്പുട്ടിൽ നമുക്ക് കറണ്ടൊക്കെ കിട്ടും. കാരണം എന്താ, ഇൻഡക്ടറിലുള്ള കറണ്ട് കണ്ടക്ഷന് വേണ്ടി ഇവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഇവിടെ ഉണ്ടായി. ഈ ഡയോഡ് ഒരു പാത്ത് സർക്കുലേറ്റിംഗ് കറണ്ട് ഉള്ള പാത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അവിടെ പാത്ത് ഉണ്ട്, സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ട്, ഔട്ട്പുട്ടിൽ കറണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡയോഡിൻ്റെ കറണ്ട് ഇങ്ങനെ ഉണ്ട്, കറണ്ട് ഇവിടെ ഉണ്ട് കണ്ടോ. ശരിക്കും ഇങ്ങനെ 0 സ്റ്റാർട്ട് ചെയ്ത് അത് അവിടെ നിൽക്കട്ടെ, ഞാൻ തൽക്കാലം ഇവിടെ തന്നെ കാണിക്കാം. കറണ്ട് ഉണ്ട്. ഈ കറണ്ട് എന്ത് ചെയ്യും, ഇൻഡക്ടർ എങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുക ഇവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഇൻഡക്ടർ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈ മുതൽ ഇവിടെ ബീറ്റ അല്ല, എക്സ്റ്റൻഷൻ ആംഗിൾ ബീറ്റ അല്ല, 2π വരെ ഉണ്ടെന്ന് വിചാരിക്കാം. എത്ര വരെ ഉണ്ട്, 2π വരെ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 2π + ആൽഫ വരെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇൻഡക്ടർ സപ്പോർട്ട് ചെയ്യുന്ന എവിടെ വരെ, ഇവിടെ പൈ മുതൽ 2π + ആൽഫ വരെ ഇൻഡക്ടർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈ മുതൽ 2π + ആൽഫ വരെ ഇൻഡക്ടർ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ കിട്ടി. പിന്നെ വീണ്ടും ഇവിടെ അപ്പോൾ ഇവിടെയും അതേപോലെ ഇവിടുന്ന് 2π + ആൽഫ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഫോർവേഡ് ബയാസ് ആണ്. 2π മുതൽ ഫോർവേഡ് ബയാസാണ്, പക്ഷേ ആൽഫ മുതൽ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും, ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ തുടങ്ങും. എന്നിട്ട് ഇതിവിടെ ബീറ്റ വരെയല്ല ഉണ്ടാവുക, പിന്നെ എവിടെ വരെ ഉണ്ടാവുക, ഈ 4π + ആൽഫ വരെ ഉണ്ടാവുക. അപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ പോകും, ഇവിടെ വരെ ഉണ്ടാവും. ഇവിടെ അതേപോലെ തന്നെ, ഇവിടെ ഇത് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുക, ഇതേപോലെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ കിട്ടി. മനസ്സിലായ, കണ്ടിന്യൂസ് കണ്ടക്ഷൻ കിട്ടി. അതേസമയം വോൾട്ടേജ് നോക്ക്, വോൾട്ടേജ് ഇവിടെ നെഗറ്റീവ് വരില്ല. കാരണം നേരത്തെ എന്തുകൊണ്ട് നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാവാനുള്ള കാരണം, എപ്പോഴാണ് ഈ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് എന്ത് ചെയ്തത്, തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുമ്പോഴായിരുന്നു നമുക്കിവിടെ അതേ സപ്ലൈ വോൾട്ടേജ് ഇവിടെ വന്നത്. ഇവിടെ ഈ പൈ മുതൽ 2π + ആൽഫ വരെ എന്തല്ല, സപ്ലൈ വോൾട്ടേജിന് യാതൊരു റോളും ഇല്ല. ഈ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയോഡ് കൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സപ്ലൈ വോൾട്ടേജ് അല്ല ഇങ്ങോട്ട് വരുന്നത്. എവിടെ മുതൽ എവിടെ വരെ, പൈ മുതൽ 2π + ആൽഫ വരെ. അവിടെ ആരാണ്, ഈ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ച എനർജിയാണ്. അത് പൈ മുതൽ 2π + ആൽഫ വരെ ഉണ്ടാവാൻ കാരണം എന്താ, അത്രയും എനർജി നമ്മളിവിടെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള വാല്യൂള്ള ഇൻഡക്ടർ ഇവിടെ വെച്ചാൽ മതി. മനസ്സിലായി, ആ രീതിയിലുള്ള വാല്യൂള്ള ഇൻഡക്ടർ വെക്കുക. അപ്പോൾ നേരത്തെ കേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്ത് കിട്ടി, കണ്ടിന്യൂസ് കണ്ടക്ഷൻ കിട്ടി എന്നുള്ളതാണ്. അതേസമയം തന്നെ വോൾട്ടേജ് എന്താകുന്നില്ല, വോൾട്ടേജ് നെഗറ്റീവ് ആകുന്നില്ല. എന്തുകൊണ്ടാണ് വോൾട്ടേജ് നെഗറ്റീവ് ആക്കാത്തത്, വോൾട്ടേജ് ഇവിടെ എത്തുമ്പോൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, കാരണം പൈ വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തൈറിസ്റ്റർ ഓഫ് ആവുന്നുണ്ട്, ടേൺ ഓഫ് ആവുന്നുണ്ട്, കമ്മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ കമ്മ്യൂട്ടേഷൻ നടക്കുന്ന 2 കാര്യങ്ങളാണ്.
ഒന്ന് കറണ്ട് സീറോ ആവണം, രണ്ടാമത്തേത് ഒന്ന് തൈറിസ്റ്റർ കൂടെയുള്ള കറണ്ട് സീറോ ആണ്, രണ്ടാമത്തേത് തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങുന്ന സമയത്ത് റിവേഴ്സ് വോൾട്ടേജ് വരുന്നുണ്ട് നേരത്തെ കേസ് പോലെ തന്നെ. പക്ഷേ നേരത്തെ കറണ്ട് സീറോ ആയിരുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ് തൈറിസ്റ്റർ കൂടെ കറണ്ട് സീറോ ആകാനുള്ള കാരണം ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് തന്നെ, റിവേഴ്സ് ബയാസ് ആകുന്ന സമയത്ത് തന്നെ ഇവിടെ ഡയോഡ് ഉണ്ടായത് കാരണം ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. കാരണം ഡയോഡ് ഇങ്ങനെ വെച്ചത്, ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ പിന്നെ ഇൻഡക്ടറിൽ നിന്ന് വരുന്ന സപ്ലൈ, നേരത്തെ റിവേഴ്സ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻഡക്ടറിൽ നിന്നാണ് സപ്ലൈ വരുന്നത്. ആ സപ്ലൈ പിന്നീട് എന്തില്ല, തൈറിസ്റ്റർ കൂടെ പോവില്ല. കാരണം അവർക്ക് ഇവിടെ ഫോർവേഡ് ബയാസ് ആയിട്ട് ഷോർട്ട് സർക്യൂട്ടായിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ഡയോഡ് ഇവിടെ ഉണ്ട്. സോ കണ്ടക്ഷൻ ഇങ്ങനെ നടക്കുക. അപ്പോൾ കണ്ടക്ഷൻ പെട്ടെന്ന് തൈറിസ്റ്റർ കൂടെയുള്ള കണ്ടക്ഷൻ പെട്ടെന്ന് ഡയോഡ് കൂടെയുള്ള കണ്ടക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ തൈറിസ്റ്റർ കൂടെ കണ്ടക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തൈറിസ്റ്റർ കൂടെയുള്ള കറണ്ട് സീറോ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ റിവേഴ്സ് ബയാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വോൾട്ടേജും സീറോ ആവാൻ റിവേഴ്സ് ആവാൻ തുടങ്ങി. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് സീറോ ആയും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് പൈയിൽ വെച്ചുകൊണ്ട് തന്നെ തൈറിസ്റ്റർ എന്ത് ചെയ്തു, കമ്മ്യൂട്ടേഷൻ സംഭവിച്ചു. അപ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ, 0 ആൽഫ മുതൽ പൈ വരെ എന്ത് ചെയ്യുള്ളൂ, വോൾട്ടേജ് കിട്ടുള്ളൂ. ഇവിടെയും അതേപോലെ 2π + ആൽഫ മുതൽ 3π വരെ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വോൾട്ടേജ് കിട്ടുള്ളൂ. വോൾട്ടേജ് നെഗറ്റീവ് ആകുന്നുണ്ടോ, നെഗറ്റീവ് ആകുന്നില്ല. എന്തുകൊണ്ട് നെഗറ്റീവ് ആകുന്നില്ല, ഫ്രീ വീലിംഗ് ഡയോഡ് അവിടെ വന്നുകൊണ്ട്. ഫ്രീ വീലിംഗ് ഡയോഡ് വരുമ്പോൾ എന്താ സംഭവിച്ചത്, എപ്പോഴാണ് അവിടെ നെഗറ്റീവ് കിട്ടിയിരുന്നത്, പൈ മുതൽ ബീറ്റ വരെ കറണ്ട് കണ്ടക്ഷൻ ഇൻഡക്ടർ കാരണം നടന്നിരുന്നു. അത് നടന്നിരുന്നത് ഈ തൈറിസ്റ്ററിൽ കൂടിയായിരുന്നു. അപ്പോൾ തൈറിസ്റ്ററിലുള്ള കറണ്ട് സീറോ ആയിരുന്നില്ല, അങ്ങനെ തൈറിസ്റ്റർ ഓഫ് ആയിരുന്നില്ല. പിന്നീട് ബീറ്റ എന്ന് പറയുന്ന പോയിന്റിലാണ് കറണ്ട് സീറോ ആകുന്നത്. അപ്പോഴാണ് തൈറിസ്റ്ററിലുള്ള കറണ്ട് നേരത്തെ കേസിൽ സീറോ ആയിരുന്നത്. അപ്പോഴായിരുന്നു നേരത്തെ തൈറിസ്റ്റർ ഓഫ് ആയിരുന്നത്. അപ്പോൾ അതുവരെ സപ്ലൈ വോൾട്ടേജ് എന്താണോ അതിന് ഔട്ട്പുട്ടിൽ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ ഇവിടെ ഡയോഡ് വെക്കുമ്പോൾ പൈ ആകുന്ന സമയത്ത് തന്നെ റിവേഴ്സ് ആകാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ വോൾട്ടേജ് റിവേഴ്സ് ആകുന്നതിന് പുറമെ ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് കറണ്ട് സീറോ ആകുന്നുണ്ട്. കാരണം അതുവരെ തൈറിസ്റ്ററിൽ കൂടെ പോയിരുന്ന കറണ്ടും പിന്നീട് റിവേഴ്സ് ബയാസ് ആയ സമയത്ത് പിന്നെ ഇൻഡക്ടറിൽ നിന്ന് വരുന്ന കറണ്ടൊക്കെ തൈറിസ്റ്ററിൽ കൂടെ നേരത്തെ പോയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. അത് തൈറിസ്റ്ററിൽ കൂടെ പോവാതെ ഈ ഫോർവേഡ് ബയാസായി മാറുന്ന ഡയോഡിൽ കൂടി പോകുന്നത് കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തൈറിസ്റ്ററിലുള്ള കറണ്ട് ആ സമയത്ത് തന്നെ സീറോ ആകും, തൈറിസ്റ്റർ ഓഫ് ആകും. അതുകൊണ്ട് ഓഫാകുന്ന തൈറിസ്റ്ററിൽ കൂടെ പിന്നീട് കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടക്ഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവിടെ അതിന് പിന്നെ ഔട്ട്പുട്ടിൽ അത് കാരണം വോൾട്ടേജ് ഉണ്ടാകുന്നില്ല. വോൾട്ടേജ് ഉണ്ടാകണം എന്ത് ചെയ്യണം, ഇതിൽ കൂടെ കറണ്ട് കണ്ടക്ഷൻ നടക്കണം. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യില്ല, വോൾട്ടേജ് എന്ത് ചെയ്യില്ല, ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് വോൾട്ടേജ് സീറോ വരാൻ കാരണം, ഇവിടെ വോൾട്ടേജ് നെഗറ്റീവ് അല്ലെങ്കിലും ഇവിടെ വോൾട്ടേജ് എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഇവിടെ ഉണ്ടാവണ്ടേ. ഇവിടെ എന്തുകൊണ്ട് പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടായിട്ടില്ല. കാരണം എന്താ, ഇവിടെ ഇതിൽ കൂടെ കറണ്ട് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് വോൾട്ടേജ് ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് ഇതെന്താണ്, ഇതൊരു ഷോർട്ട് സർക്യൂട്ടാണ്. ഡയോഡ് കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഡയോഡ് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഈ സാധനം ഒരു ഷോർട്ട് സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ടിലെ വോൾട്ടേജ് സീറോയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്താണ്, സീറോ. അതുകൊണ്ടാണ് അത് കണ്ടക്ട് ചെയ്യുന്ന അത്രയും ദൂരം എന്ത് ചെയ്യാത്തത്, ഒരു വോൾട്ടേജും ഇല്ലാത്തത്. ശരിക്കും നമ്മൾ പറയും അതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിൽ കൂടെ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിലും ഇതിൽ കൂടെ ആ കറണ്ട് ഫ്ലോ കാരണം ഇവിടെ ഒരു എന്തുണ്ടാകും, ഒരു വോൾട്ടേജ് ഉണ്ടാവേണ്ടതല്ലേ. ഇപ്പോൾ നെഗറ്റീവാണ്, നെഗറ്റീവ് വോൾട്ടേജ്, പോസിറ്റീവ് എന്ത് വോൾട്ടേജ് ആണെങ്കിലും ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ. എന്തുകൊണ്ട് വോൾട്ടേജ് ഇല്ല, കാരണം ഈ ഡയോഡ് ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഈ പൈ മുതൽ 2π + ആൽഫ വരെ ഡയോഡിൽ കൂടിയാണ് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഡയോഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ആ ഷോർട്ട് സർക്യൂട്ടിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സീറോയാണ്. അത് ഔട്ട്പുട്ടിന് പാരലലാണ്. പാരലായിട്ടുള്ള വോൾട്ടേജുകൾ സെയിം ആണ്. സോ ഡയോഡിലുള്ള ഷോർട്ട് സർക്യൂട്ടിലുള്ള സീറോ വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ടിൽ വരിക. സോ പൈ മുതൽ 2π + ആൽഫ വരെ എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ റിവേഴ്സ് ബയ വോൾട്ടേജും കാര്യങ്ങളൊന്നും ഇല്ലാതായി മാറുന്നത്. അപ്പോൾ ഈ RL ലോഡ് വെക്കുന്ന സംഭവത്തിൽ റിവേഴ്സ് വോൾട്ടേജ് ഇല്ലാതാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡയോഡിനെ കണക്ട് ചെയ്തു. ഡയോഡിനെ കണക്ട് ചെയ്തപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ടായി. പിന്നെ ഡയോഡിനെ കണക്ട് ചെയ്തു മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്തു. അവിടെയുള്ള ഇൻഡക്ടറിൻ്റെ സ്വഭാവം നമ്മൾ എങ്ങനെയാക്കി മാറ്റി, പൈ മുതൽ 2π + ആൽഫ വരെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഡയോഡും കൂടെ വെച്ചു, ഇൻഡക്ടറും കൂടെ വെച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് കണ്ടക്ഷൻ ഇവിടെ പോസിബിൾ ആണ്. അങ്ങനെ പോസിബിൾ ആണ് എന്നുള്ളതിന് നമ്മൾ എന്താ ചെയ്തത്, കണ്ടിന്യൂസ് കണ്ടക്ഷൻ പോസിബിൾ ആക്കാനുള്ള രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡക്ടറിൽ എനർജി സ്റ്റോറേജ് നടക്കണം. അത് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതേ സമയം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് കാണണമെങ്കിൽ എന്താ സംഭവിക്കുക, തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വോൾട്ടേജ് ഏതുപോലെയാണ്, ഇവിടെ ഇത്രയും പോർഷൻ വരും, ഇവിടെ ഇല്ല, ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ എത്ര വന്നു, വീണ്ടും ഇങ്ങനെ പോയി അല്ലേ, പിന്നെ അടുത്ത് അങ്ങനെ ഇതുപോലെ വന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിന് സിമിലർ ആണ്, ഇവിടെ RL ലോഡ് ആണെങ്കിൽ പോലും
റെസിസ്റ്റൻസിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് കിട്ടിയത്? റെസിസ്റ്റൻസിന് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് നമുക്ക് കിട്ടിയത്? ആൽഫ മുതൽ പൈ വരെയായിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഇവിടുത്തെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും RMS ഔട്ട്പുട്ട് വോൾട്ടേജും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും RMS ഔട്ട്പുട്ട് വോൾട്ടേജും നിങ്ങൾ ഏത് റെഫർ ചെയ്യണം? റെസിസ്റ്റീവ് ലോഡിന് എന്തായിരുന്നു അത് തന്നെയായിരിക്കും ഈ കേസിലും. എന്താ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Vm/2 × 1 + cos ആൽഫ. RMS ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Vm/2 √π × B എന്തായിരുന്നു? Vm/2 √π - ആൽഫ + 1/2 sin 2 ആൽഫ ഹോൾ റൈസ് ടു 1/2. Vm/2 √π പുറത്ത് അല്ലേ? ഇനി കണ്ടക്ഷൻ ആംഗിൾ നിങ്ങൾ നോക്കുക. കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെ കണ്ടക്ഷൻ? ഇവിടെ കണ്ടിന്യൂസ് കണ്ടക്ഷനാണ്. ഇവിടെ കണ്ടക്ഷൻ ആംഗിളാണ് ഫുള്ള് കണ്ടക്ഷനാണ്. അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ അങ്ങനെ പറയാം, കണ്ടിന്യൂസ് കണ്ടക്ഷൻ ഈസ് പോസിബിൾ. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ എങ്ങനെ പറയാം? ഇവിടുത്തെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എങ്ങനെ പറയാം? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് ആൽഫയാണ്, ഇത് പൈ ആണ്, ഇവിടെ 2π ആണ്, ഇത് 2π + ആൽഫയാണ്. കണ്ടിന്യൂസ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസുള്ള കണ്ടീഷനാണ്. റിവേഴ്സ് ബയാസിൽ എത്രയാണ്? ഇത് അവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ 2π - π. ω/TC എന്ന് പറഞ്ഞാൽ 2π - π ആണ്. 2π - π എന്ന് പറഞ്ഞാൽ പൈ ആണ്. അപ്പോൾ ω/TC ആണ് പൈ. അപ്പോൾ TC എന്ന് പറഞ്ഞാൽ π/ω. ഇത് ഇതുപോലെ തന്നെയാണ് പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിനെ പോലെ. ആ പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടും RL ലോഡ് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് പറയുന്നതും രണ്ടും എന്താണ്? സെയിം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ RL ലോഡ് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് പറയുന്നതും റെസിസ്റ്റർ സർക്യൂട്ടും എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് സെയിം ആണ്, RMS ഔട്ട്പുട്ട് വോൾട്ടേജ് സെയിം ആണ്, അതിൻ്റെ രണ്ടിൻ്റെയും സർക്യൂട്ട് ടേൺ ഓഫ് ടൈം സെയിം ആണ്. ഇവിടെ ഇതിൻ്റെ പവർ ഫാക്ടർ എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ആകുന്നുണ്ട്. കാരണം ഇവിടെ വോൾട്ടേജിൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ല, വോൾട്ടേജിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. നമുക്കറിയാം പവർ ഫാക്ടർ ആണുള്ള ഇക്വേഷൻ എന്താ? VOR/VSR. അപ്പോൾ അവിടെ പവർ ഫാക്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അതേപോലെ ആവറേജ് പവർ എടുത്ത് നോക്കിയാലും പവറും പോസിറ്റീവാണ്. പവർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒന്നുമില്ല, പവർ കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ പവർ ആവറേജ് പവർ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, ആവറേജ് പവർ കൺസംഷൻ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ റേറ്റഡ് പവറാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. കൃത്യമായ പവർ എത്രയാണ് അത്ര തന്നെ, അത് കുറയുന്നില്ല. നെഗറ്റീവ് വന്ന് പവർ എന്ത് ചെയ്യുന്നില്ല? കുറയുന്നില്ല എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ആവറേജ് പവർ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോ, ആവറേജ് പവർ കൺസംഷൻ ഇൻക്രീസസ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓർ റേറ്റഡ് പവർ എന്ത് ചെയ്യുന്നുണ്ട്? റേറ്റഡ് പവർ വിൽ ബി ഡെലിവേർഡ് ടു ദ ലോഡ്. റേറ്റഡ് പവർ എന്താണോ ആ പവർ മൊത്തത്തിൽ അങ്ങോട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്, ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. നേരത്തെ ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ഉണ്ടായിരുന്നു പൈ മുതൽ ബീറ്റ വരെയുള്ള സ്ഥലത്ത്, പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. സോ റേറ്റഡ് പവർ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് ഡെലിവർ ചെയ്യുന്നു, വിൽ ബി ഡെലിവേർഡ് ടു ദ ലോഡ്. പിന്നെ പവർ ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പവർ ഫാക്ടർ ഈസ് ഇംപ്രൂവ്ഡ്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്താ? നേരത്തെ π/ω കുറവായിരുന്നു, പക്ഷേ ഇവിടെ π/ω സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, നാലാമത്തെ ദർ ഇസ് എ ചാൻസ് ഫോർ കണ്ടിന്യൂസ് കണ്ടക്ഷൻ. ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ കിട്ടാനുള്ള കാര്യം എന്താണ്? നമുക്ക് ആ ഇൻഡക്ടർ എന്ന് പറയുന്ന ഇൻഡക്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ആ രീതിയിൽ ഈ പൈ മുതൽ 2π + ആൽഫ വരെ കണ്ടക്ഷൻ നടക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഏത്? നമ്മുടെ ഇൻഡക്ടറിൻ്റെ വാല്യൂ. ഇൻഡക്ടർ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് RL ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ്. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് അതിനെ ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് വിളിക്കാനുള്ള കാരണം? ഇവിടെ സപ്ലൈയിൽ നിന്ന് യാതൊരു പവർ എടുക്കാതെ ഇവിടെ ഇങ്ങനെ പവറിനെ ഇതിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രീ വീലിംഗ്, ഇതിൽ കൂടെ ഇങ്ങനെ വീൽ ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇവിടെ ഇതിനെ ബൈപ്പാസ് ചെയ്യുന്നതുകൊണ്ട് ബൈപ്പാസ് ഡയോഡെന്നും, ഈ ഡയോഡ് വെക്കുന്നത് കൊണ്ടാണ് തൈറസിസ്റ്റർ ഓഫ് ആകുന്നത് എന്നുള്ളതുകൊണ്ട് കമ്മ്യൂട്ടേഷൻ ഡയോഡെന്നും ഒക്കെ വിളിക്കുന്നു. ഇങ്ങനെ എനർജി സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഫ്രീ വീലിംഗ് ഡയോഡ് എന്നൊക്കെ വിളിക്കുന്നു. ഓക്കെ, ഫ്രീ വീലിംഗ് ഡയോഡ് വിളിക്കുന്നു. അതുപോലെ ഫ്ലൈ വീൽ എന്ന് വിളിക്കാൻ കാരണം എനർജി ഇങ്ങനെ സ്റ്റോർ ചെയ്ത എനർജി ഇതിൽ കൂടെ പോകുന്നതുകൊണ്ട് ഫ്ലൈ വീൽ ഡയോഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് RL ലോഡാണ്. രണ്ടാമത്തത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് RL ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ്. രണ്ടും വരുന്ന മാറ്റം മനസ്സിലായി. ഫ്രീ വീലിംഗ് ഡയോഡ് വെക്കുമ്പോൾ കണ്ടിന്യൂസ് കണ്ടക്ഷൻ വരുന്നുണ്ട്, പിന്നെ ബാക്കി മൊത്തം നെഗറ്റീവ് വോൾട്ടേജ് ഇല്ലാതാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുവഴി ആവറേജ് പവർ കൺസംഷനും പവർ ഫാക്ടറൊക്കെ ഇമ്പ്രൂവ്ഡ് ആകുന്നുണ്ട്. റേറ്റഡ് പവർ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ π/ω തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്
റെസിസ്റ്റീവ് ലോഡിനെ പോലെയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചോ. അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആർ ലോഡ്. അപ്പോൾ അതിൻ്റെ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ വാലിഡ് ആണ്. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള പറഞ്ഞു, നിങ്ങൾ ആ ഇക്വേഷൻ തന്നെ റെഫർ ചെയ്യുക. Vm/2π × 1 + cos α, അതാണ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്. RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ആണല്ലോ Vm/2√π π - α + 1/sin2α റൂട്ട്. ഓക്കെ ആണോ? അത് എഴുതണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ എഴുതി കാണിച്ചു തരാം. എന്തൊക്കെയായിരുന്നു? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ഇസ് ഈക്വൽ ടു π/ω. അതേപോലെ തന്നെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു Vm/2π × 1 + cos α. RMS value of output voltage is equal to Vm/2√π × π - α plus 1/2 sin2α raised to 1/2. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ, പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു VOR/VOS. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്: ഒന്ന്, ആവറേജ് ഔട്ട്പുട്ട് പവർ ഇൻക്രീസസ്. ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പവർ ഫാക്ടർ ഇംപ്രൂവ്ഡ്. പിന്നെ കണ്ടിന്യൂസ് കണ്ടക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഇതുകൊണ്ട് റേറ്റഡ് പവറാണ് ഡെലിവർ ചെയ്യുന്നത്. പിന്നെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം π/ω ഫിക്സ്ഡ് ആയിട്ട് അങ്ങനെ കിട്ടുന്നു അല്ലേ? അതിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആക്കാം. ഈ ബീറ്റ ഒക്കെ വരുമ്പോഴാണ് അത് പ്രശ്നം. ബീറ്റയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇത് മാറും. ഇൻഡക്ടറിൻ്റെ വാല്യൂ ഇത് എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ π/ω. ക്ലിയർ ആണോ? ഓക്കെ. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോട്ട് എഴുതണം. പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റുകളെന്ന് പറയുന്നത്, ഇൻഡക്ടർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, റെസിസ്റ്റർ മാത്രമാകുമ്പോൾ എന്താ സംഭവിക്കുക, റെസിസ്റ്ററിൻ്റെ കൂടെ ഇൻഡക്ടർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇൻഡക്ടറിൻ്റെ കൂടെ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് വന്നാൽ എന്താ സംഭവിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഡയോഡ് അല്ലെങ്കിൽ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐഡിയൽ കേസിൽ അത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ്. അതുപോലെ ഇത് കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് ഐഡിയൽ പിന്നെ എന്താണ്, ഐഡിയൽ ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും നമുക്ക് പറയാം അത് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ്. പിന്നെ കണ്ടക്ട് ചെയ്യുമ്പം ഷോർട്ട് സർക്യൂട്ട്, അത് പ്രാക്ടിക്കൽ കേസിലാകുമ്പോൾ ഒരു വോൾട്ട് അല്ലെങ്കിൽ 0.5 വോൾട്ടൊക്കെ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്ന വേണമെങ്കിൽ പറയാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഐഡിയൽ 0. ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ അതിൽ വരുന്ന വോൾട്ടേജ് 0 ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അതിൽ കൂടെ കറണ്ട് ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ കറണ്ടിനെ പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യില്ല, കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പം അതിനെ പെട്ടെന്ന് ഇങ്ങനെ അലോ ചെയ്യില്ല. ഗ്രാജുവൽ ഇൻക്രീമെൻറ്റ് അത് അലോ ചെയ്യുള്ളൂ. കുറയുന്നതും അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കില്ല, ഗ്രാജുവലായിട്ടേ കുറയ്ക്കാൻ സംഭവിക്കുള്ളൂ. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളും കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതാനായിട്ട് ഇൻറ്റഗ്രേഷൻ എന്താണ്, ഇപ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ട് യാത്ര ആളെ സംബന്ധിച്ച് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ആവറേജ് പവർ കാണണമെങ്കിൽ ബൈ ബേസ് വാല്യൂ 1/2π ആ ഒരു സൈക്കിളിൻ്റെ. പിന്നെ ഇൻ്റഗ്രൽ, അതിൻ്റെ ഏരിയയാണ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഏരിയ ബൈ ബേസാണ് നമ്മളവിടെ ആവറേജ് കിട്ടാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ പിന്നെ ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ വേണം. 1/2π അതിപ്പോൾ 0 to 2πയിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷേ 0 to 2πയിൽ ഫുള്ളായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ആൽഫ മുതൽ പൈ വരെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആൽഫ മുതൽ ബീറ്റ വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് എത്രയെന്ന് വെച്ചാൽ അത്രയും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ VS എന്ന് പറഞ്ഞ വോൾട്ടേജ് Vm sin ωt ആണ്. അപ്പോൾ Vm sin ωt dωt എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ RMS വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, അതേപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് മൊത്തം എന്ത് ചെയ്യുക, മൊത്തം റൂട്ട് ഇട്ട് കൊടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിരുന്നു. പിന്നീട് അതിൽ ട്രിഗണോമെട്രിക് റിലേഷൻഷിപ്പ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതിന് എങ്ങനെ അത് മാറ്റിയിട്ട് വെറും സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ രൂപത്തിലേക്ക് എഴുതാം. ഇപ്പോൾ 1 - cos 2θ എന്നുള്ള രൂപത്തിൽ എങ്ങനെ എഴുതാം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും ഗേറ്റ് പോലത്തെ എക്സാമുകൾക്കൊക്കെ
കൃത്യമായ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കില്ല പലപ്പോഴും ഉണ്ടാവുക. ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇക്വേഷൻ എപ്പോഴും ഈ ഒരു സിംഗിൾ ഫേസ് ഇങ്ങനത്തെ സംഭവം തന്നെ അല്ല തരിക. ചിലപ്പോൾ RL ലോഡിന് പകരം RLE ലോഡിന് പകരം വെറും പിന്നെ റെസിസ്റ്റൻസും ഡയോഡും മാത്രം വെച്ചുകൊണ്ടുള്ള ചിലപ്പോൾ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ റെസിസ്റ്റൻസും ഇൻഡക്ടറും ഡയോഡും, ചിലപ്പോൾ റെസിസ്റ്റൻസും ഇൻഡക്ടറും പിന്നെ ഒരു എന്ന് പറയുന്ന വേറെ സോഴ്സ്, അങ്ങനെ പല രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോഴൊക്കെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ PSCനെ സംബന്ധിച്ച് അത്രയും ഡീപ്പായിട്ടോ ആ രീതിയിൽ ആ ലെവലിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത്തരത്തിൽ ഡിറൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, ഇത് തന്നെത്താനെ ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, അത് ഓക്കെയാണ്. പക്ഷേ എങ്ങനെ ഡിറൈവ് ചെയ്യാം, ആവറേജ് വാല്യൂ RMS വാല്യൂ എങ്ങനെ എടുക്കാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ആ കൂട്ടത്തിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. താങ്ക് യു.